ഇത് കണ്ട ഗൈസ്, അമ്മണിക്കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, കുറച്ച് ചുമയൊക്കെ ഉണ്ട്. അപ്പൊ അമ്മൂസ് വിളിച്ചിരുന്നു കഴിക്കുന്നു. വിജയിച്ചു ഗൈസ്, വിജയിച്ചു. അപ്പം അങ്ങനെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം എൻ്റെ കഴിവ് കൊണ്ട് ഒരു ചക്ക കിട്ടി. ഹരിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ബെസ്റ്റ്. അമ്മാവൻ എന്ത് ചെയ്താ, ആ ബോളർ ഒറ്റയടി നേരെ കുളത്തേക്ക് പോയി. എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് തുടങ്ങിയാലോ? വെറൈറ്റി വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് കൃപേന്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ നാളെ അതെ. അപ്പൊ കൃപയുടെ അനിയൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾ ട്രെയിനിന്റെ ബാക്കിൽ പോണ കാണാം. പിള്ളേര് അമ്മാമനെ കാത്തുക, അവരിവിടെ എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് കൃപേന്റെ അവിടേക്ക് ഒരു 4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ, 3-4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പെരിഞ്ഞാവ് എന്ന് പറഞ്ഞ വഴിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറ്റുമുക്കിലേക്ക് എത്താം. കുറച്ച് നേരം കിട്ടിയപ്പോൾ അടി കൂടല്ലേ, സ്നേഹമാണ്, പറയാൻ പറ്റില്ല. അവളിങ്ങനെ കാണിച്ചിട്ട് എന്താ ചെയ്യാന്ന് അറിയില്ല. ചിലപ്പോൾ കടി ഇട്ട് കൊടുക്കും. ഇന്ന് സ്നേഹട്ടോ, അടിയല്ല. എടുക്കേ അങ്ങനെ പൊന്തിക്കേ. വീണായിരുന്നു. കൃപയുടെ അനിയൻ വരുന്നുണ്ട്. ഇവിടെ എത്തി. അമ്മാമനെത്തി. ഞങ്ങളിവിടെ പോസ്റ്റായി, കുറച്ചു നേരം പോസ്റ്റായി. ഞങ്ങള് കുറ്റമുക്കില് വീണ്ടും കൃപയുടെ ഇല്ലത്തെത്തി. അമ്മാമനും പിള്ളേരും കൂടി കളി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ബെസ്റ്റ്. അമ്മാവൻ എന്ത് ചെയ്താ, ആ ബോളർ ഒറ്റയടി നേരെ കുളത്തേക്ക് പോയി. ഇതേ പിള്ളേരൊക്കെ കുളത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൂസ നോക്ക വേണ്ട നോക്കിയിട്ട് പോയി, കുട്ടികൾ കൊണ്ടുണ്ടോ വെള്ളം. ഇത് കണ്ടോ, കുട്ടനടിച്ച ബോള് നേരെ കുളത്തേക്ക് വീണു. ധ്രുവീൻ ബോൾ എടുക്കാൻ. ധ്രുവീൻ നോക്ക്, നീ വീണ് നോക്കി കേട്ടോ. പിള്ളേരൊക്കെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാ. ആര് മുങ്ങി? അമ്മണി 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 അമ്മണിയമ്മേ അമ്മണി. കുട്ടാ, നീ നാണം കണ്ടാട്ടോ, കളിച്ചിട്ട് നിനക്ക് കിട്ടില്ല അവസരം പന്ത് പിള്ളേരെടുത്ത്. പണി കിട്ടി ഗൈസ്, പണി കിട്ടി. ഇത് കണ്ടോ സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു, എല്ലാം നിലത്ത് ചാടി. ഇനി വീണ്ടും കഴുകി വൃത്തിയാക്കി സ്റ്റാർട്ട് ചെയ്യണം കുക്കിങ്. അങ്ങനെ തന്നെ വേണം. നല്ല പണി കിട്ടിയില്ലേ? കഴിക്കോ ഒന്ന് കഴിക്കോ, 1 മണിക്കൂർ കഴിക്കോ. അതൊക്കെ അതിൽ ഇനിയിപ്പോ ആദ്യം നല്ലോണം കഴിക്കണം. എന്തൊക്കെയാ കുടുങ്ങിയറിയില്ല. നീ ഉണ്ടാക്കണ്ടോ ഇവിടെ? ഇല്ല, ഇത് അമ്മ ഉണ്ടാക്കണത്. ഞാൻ വെറുതെ താഴെ വീണപ്പോ സഹായിക്കാൻ പോയതാ.
ഞാനിന്നേ വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാ. ഇന്ന് കൃപയുടെ ഉപ്പേരി, അത് കൃപയുടെ ഇല്ലത്ത് വെച്ചിട്ട് കേട്ടോ. ഇവിടെ അധികവും വെണ്ടയ്ക്ക കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാറ്. അപ്പൊ ഉപ്പേരി ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഉപ്പേരി ഞാൻ ഉണ്ടാക്കാം. അപ്പൊ എന്റെ വകയാണ് ഉപ്പേരി. ഉച്ചയാകുമ്പോഴേക്കും ഉണ്ടാവോ? നോക്കാം, വൈകുന്നേരം ചെയ്ത് ആവും നോക്കാം. ഇത് കണ്ട ഗൈസ്, അമ്മണിക്കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, കുറച്ച് ചുമയൊക്കെ ഉണ്ട്. അപ്പം അമ്മൂസ് വിളിച്ചിരുന്നു വന്ന് കഴിക്കാൻ നോക്കൂ. ഇത് കണ്ട കൃപ പഴം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതേ ഇവിടെ ഉണ്ടായ പൂവമ്പഴം, ഇവിടെ ഉണ്ടായ പൂവമ്പഴം കേട്ടോ, വിഷം അടിക്കാത്ത നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാനും കുറേ കഴിച്ചു. അത് ഭയങ്കര ഡാൻസാട്ടോ അമ്മാവനും കുട്ടികളും. ഉണ്ടോ ഗൈസ്, നല്ല പഴുത്ത പൂവമ്പഴം ഇരിക്കുന്നുണ്ടോ? ഇതിവിടെ ഉണ്ടായതാണ്. അടിപൊളി ടേസ്റ്റ്. ഇതിൻ്റെ ശരിക്കും ഏത് സൈഡാണ് നമ്മൾ പൊളിക്കാറ്? ഇതവിടെ ഇതല്ലേ? അറിയില്ലേ? അല്ല ചോദിക്കുക, ശരിക്കും ഏതാ പഴത്തിൻ്റെ ഏതാ ചെയ്യാറ്? ആണോ? പൊളിച്ചു. അടിപൊളി പൂവമ്പഴം. അതെ, ഒരു ചക്ക ചാടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കൃപയുടെ അമ്മ. ചക്ക ഉണ്ടോ നോക്കാം. വാ, വീടിൻ്റെ പുറകുവശം. എന്ത് ചെയ്യണം അവിടെ? അച്ഛൻ പുല്ലിട്ടുണ്ടോ? അവിടെ കാട് വെട്ടിക്കൊണ്ട് പുല്ലെത്തിക്കൊണ്ടിരിക്കുക. എവിടെ ചക്ക ഉണ്ട് തോന്നേ? ചക്ക എവിടെയുള്ള ചക്ക ഉണ്ട് തോന്നുന്നു. ചക്ക എനിക്കറിയാം. എവിടെ? പ്ലാവുമുണ്ട്. തമാശറല്ലേ? അല്ല എവിടെ? എവിടെ? അവിടെ. നമുക്ക് ചക്ക കിട്ടുമോ നോക്കാം. ഞാൻ വേറെ സാധനം വെച്ചിട്ടുണ്ടേ. ഒരു മിനിറ്റ്, ആ കിണറിൽ ഈ വെള്ളം, ഇത് ഈ സൈഡ് പാടാണ്. ഇവിടെ പാടായിരുന്നു പണ്ടേ. ഇവിടെ ഞങ്ങളുടെയൊക്കെ പാടാട്ടോ. ഇതിൻ്റെ ബാക്കിൽ, സ്കൂളിൻ്റെ ബാക്കിലൊക്കെ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ, അടിപൊളി വെള്ളം. ഇതുണ്ടോ, നല്ല തെളി ഉള്ള വെള്ളം. ഈ പാടത്തിൽ ഒരിക്കലും വെള്ളം പറ്റൂല, എപ്പോഴും നല്ല വെള്ളം ഇവിടെ. ഈ തൃശ്ശൂർ ഏറ്റവും കാണുന്ന മാങ്ങയൊക്കെ അറിയോ? മൂവാണ്ടൻ മാങ്ങ. തൃശ്ശൂരുകാരുടെ സ്വന്തം മാങ്ങയാണ്. അങ്ങനത്തെ ഒരു 2-3 വലിയ മാവുകളുണ്ട് ഇവിടെയൊക്കെ. പഴുത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എന്ത് ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവാണ്ട മാങ്ങ. എനിക്കിഷ്ടം, എനിക്ക് മൂവാണ്ട ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പച്ച ഇഷ്ടം. കൃപയ്ക്ക് പച്ച ഇഷ്ടം. ഇടയ്ക്ക് ഈ കണ്ണിമാങ്ങ ചാടി തുടങ്ങിയാലേ ഉപ്പിലിട്ടൊക്കെ ഉണ്ടാക്കാൻ കണ്ണിമാങ്ങ അടിപൊളിയത്. ഇതാരെ കുഴിച്ചിട്ടാവും ഇവിടെയൊക്കെ? അവിടെ എന്തൊക്കെയോ കുഴിച്ചിട്ടുണ്ട്. ആരത് പണിയത്? അത് അച്ഛനും. ആണോ? കുട്ടനാണോ? കുട്ടനല്ല, അച്ഛനോ. അതാ പ്ലാവ്. ചക്ക വെച്ചിട്ടോളൂ. കേട്ടോ, പ്ലാവ് തറ പ്ലാവ് അടിച്ചു. പക്ഷെ നമ്മൾ ചക്കയൊന്നും കാണാനില്ല. ഇതേ പ്ലാവ് ചക്ക ഇട്ടോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചക്ക കാണണ്ടോ ഇതില്? ഇതിലിപ്പോ ചക്ക എവിടെ? അമ്മ ഏതോ വലിയ ചക്ക ഉണ്ട് പറഞ്ഞു. ഇവിടെ പറഞ്ഞു വലിയ ചക്ക ഉണ്ട്. എനിക്ക് കാണാനില്ല കേട്ടോ. ഇവിടെ ചെറിയ കുറച്ച് ചക്ക ഇരിക്കുന്നുണ്ട് നമ്മളൊക്കെ. ഇത് ഇടിച്ചക്കയാണല്ലോ. നീ അതാണ് ഉദ്ദേശിച്ചത്? പുളിയറുമ്പോ നോക്കിക്കോട്ടോ. കുരുമുളക് ഉണ്ട്. അയ്യേ, കഷ്ടിച്ചോ. ഒരു മിനിറ്റ്, എന്ത് വെള്ളം വീണ? വെള്ളാണോ ഇവിടെ? റൈറ്റ് സൈഡിൽ കൈൻ്റെ അവിടെ വെള്ളം വീണിട്ടുണ്ടോ? വെള്ളല്ലേ? ഞാൻ വെച്ചു കാക്ക കഷ്ടിച്ചത്. സാന്ദീപനി സ്കൂളാ. കുരുമുളക് ഉണ്ടല്ലേ? പടർത്തിക്കണുണ്ടല്ലേ? ഞാനേ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചക്ക എവിടെയെന്ന്. ഭയങ്കര ചക്കേൻ്റെ പ്ലാവ് കാണിച്ചത് ചക്ക ഇട്ടോളാൻ പറഞ്ഞു. ഇതുമ്പോൾ ചക്ക എവിടെ? നിങ്ങൾക്ക് കാണും. ഒരു മിനിറ്റ്, അത് ചക്കയല്ലേ? അത് ചക്കയല്ലേ കടു? അതുണ്ടോ അവിടെ? അല്ലേ? കിട്ടോളം പറഞ്ഞിട്ടോട്. അപ്പോൾ ചിന്തിച്ചു നോക്കണം ഗൈസ്. അപ്പം കൃപ ഇനി മരത്തിൽ കയറുന്നതായിരിക്കും. കേറിക്കോ. ഇത് നിന്റെ ഇല്ലം, നിന്റെ സ്ഥലം, നീ അതല്ല. ഇവിടെ ഒന്നും എനിക്ക് പണിയെടുക്കാനൊന്നും പാടില്ല. ചക്കട്ടരൂ അതന്നെ, നീ കേറിക്കോ. കേറിക്കോ. എന്നെ പൊന്തിച്ചു തരൂ. എന്ത്? അങ്ങോട്ട് മുകളിലേക്ക് പൊന്തിച്ചിരുന്നു. ഞാൻ കേറി പൊന്തിക്ക്. ഞാൻ ആ കുളത്ത് കൊണ്ടിടും. അപ്പുറത്ത് കുള എനിക്ക് കൊണ്ടുവരാൻ ഒറ്റ തടരാ.
ഇതെങ്ങനെ ചാടിക്കും കാണുന്നുണ്ടോ ചക്ക? അവിടെ എനിക്ക് തന്നെ കാണാനില്ല. ഇതാ അവിടെ ഒരു ചക്ക ഇരിക്കുന്നുണ്ട്. കൃപ എനിക്ക് കണ്ണ് കാണാനില്ല, പ്രായമായി. അതുമ്മ എങ്ങനെ ഇടാം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉളിയറുമ്പ് തോട്ടി കിടന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാടെ എത്തുമോ? ഇപ്പൊ ഒന്ന് മല എന്നാ പറഞ്ഞത്. ഇത് എത്തുമോണ്ട് കഴിഞ്ഞാലേ എന്നെ മേലിക്കാക്കല്ലേ. ഒരു മിനിറ്റ് തിരിക്കട്ടെ. എളുപ്പമൊന്നല്ല. അയ്യോ പുളിയറുമ്പ്. ഒരു മിനിറ്റ്. ഇത് ഇരുമ്പിന്റെ ഇത് തോട്ടിയില്ലേ? ഇത് ഇരുമ്പിന്റെ തോട്ടിയത്. ഇത് ഇരുമ്പിന്റെ തോട്ടിയാ. ഇത് അവിടെ നിൽക്കുക, അവിടെ നിൽക്ക് ഗൈസ്. ഇതിനെ കൊക്കല്ല ഈ തോട്ടിക്ക്. നമുക്ക് ഈ നാളികാരം കുത്തണമാതിരി ഇത് കുത്തി നോക്കാം. ചാടോ? ചാടില്ല. നാളെ നല്ല ഉറപ്പുണ്ട് കണ്ണിക്ക്. ഇതെങ്ങനെ ചാടിക്കുന്നത്? കൊക്കല്ല. ഇതെങ്ങനെ ചാട്? ഈശ്വര, കൊക്കല്ലാത്തൊരു ഇരുമ്പ് തോട്ടിയാണ് ഗൈസ്. റെഡി 1 2 3. ഇത് എന്തെങ്കിലും കെട്ടണി. അറച്ച് പുളിയർബൂട്ടോടെ ലാസ്റ്റ് ട്രൈ ചെയ്യട്ടോ. ഒന്ന് കുത്തി നോക്കാം. അതിൻ്റെ ഞെട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. റെഡി 1 2 3. കിട്ടും. വിജയിച്ചു ഗൈസ്, വിജയിച്ചു. അപ്പം അങ്ങനെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ കൃപേടിലെത്ത് വന്നിട്ടൊരു ചക്ക ഇടിച്ചക്കയാണ്. ഇതിനോട് എന്താ പരിപാടി? ചക്കയും മുതിരയും കൂടി കൂട്ടാൻ വെക്കാനാ. ആണോ? അപ്പം ഇന്ന് ചക്കയും മുതിരയും കൂട്ടാൻ, പിന്നെ അതമ്മ, പിന്നെ വെണ്ടയ്ക്ക കൊണ്ടൊരു ഉപ്പേരി, അത് ഞാൻ. പോവാ. ഓക്കെ. അങ്ങനെ അവസാനം എൻ്റെ കഴിവ് കൊണ്ട് ഒരു ചക്ക കിട്ടി. ഞാൻ പറഞ്ഞാ ഇവിടെ ഒറ്റ ട്രൈ കൊണ്ട് ഇട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ വന്നാൽ ഞാൻ ഒരു പണിയെടുക്കില്ല എന്ന്. എന്നിട്ട് അവസാനം എന്നെ കൂട്ടി ചക്ക ചാടിച്ചു. ഇവിടെ ചവിട്ടണ്ട, അവിടെ നട്ടുണ്ട്. നമുക്ക് ഈ പണിഷ്മെന്റ് കൊടുക്കണം. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കിടക്കും. നമ്മൾ കുറെ പ്രാവശ്യം ഡയലോഗിനെ പറയുന്നു. സാരില്ല, ഇനിയും പറയാ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഡയലോഗ്സ് ഉണ്ടാക്കിയേ. നിന്നെയൊക്കെ ട്രോളാൻ വേണ്ടിയിട്ടാ. അമ്മ ചക്ക കിട്ടി എന്റെ കഴിവുകൊണ്ട്. സാഹസികമായ ഒരു ചക്ക ഇട്ടുണ്ട് ഇവിടെ. അതും ചക്ക പ്ലാവുമ്മൽ കേറിയിട്ടില്ലേ? പ്ലാവിന്റെ മുകളിൽ കയറി സാഹസികമായി ബൈജുട്ട് ഇവിടെ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. മതി മതി മതി. മതിയോ? അത്രയും പറഞ്ഞാൽ മതി. അത്ര പൊക്കിയാ മതിയോ? അത്രയെങ്കിലും ഒന്ന് പൊക്കിക്ക്. ചക്ക വിട്ടു. ചക്ക വെട്ടണ ഒരു സ്കില്ല് വേണം. എനിക്കിതിരി സ്കില്ല് കൂടുതലാ. അപ്പൊ അമ്മേനെ വിളിക്ക്. അത് കാരണം എന്റെ അസിസ്റ്റന്റ് അമ്മ വരുന്നതായിരിക്കും. പക്ഷെ അപ്പൊ കൂട്ടാനാരോ വയ്ക്കണേ? കൂട്ടാനമ്മ ആണോ? ഇനി അവസാനം എന്നെ കൊണ്ട് ഇത് വെട്ടിക്കോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ചക്ക നന്നായി വെട്ടറിയോ? ഇല്ലില്ല, എനിക്ക് തീരെ അറിയില്ല. പ്രത്യേകിച്ച് ചക്കയുടെ ഇതില്ലേ, മുളഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. ഇല്ലില്ല, ഇത് മാത്രമേ വയ്യ. വേറെ എന്ത് പണി ഞാൻ ചെയ്യും. എന്ത് പണിയും പറഞ്ഞാൽ പറ്റുന്ന പണികൾ. അമ്മ കിട്ടിട്ടോ? അതല്ലേ വേണ്ടേ? ഹായ് ഗൈസ്, പടിപാളി ഗൈസ്. ഇത്ര വലുത് വേണ്ടത്രേ. ഞാൻ കഷ്ടപ്പെട്ട് പ്ലാവിൽ കയറിയിട്ട ചക്ക വേണ്ടാന്ന്. കൃപയുടെ അമ്മയ്ക്ക് കൺഫ്യൂഷനായി. ചക്ക എന്ന് പറഞ്ഞു, ഞാൻ ഏറ്റവും മൂളത്തെ വലിയ ചക്ക. ഇത് വേണ്ട, ഇതുകൊണ്ട് എന്താ ഇനിയിപ്പോ ചെയ്യാ? ഇത് മൂത്തിട്ടുണ്ടാവില്ലേ? ആണോ? ആണോ? അല്ല, പക്ഷെ ഇതുകൊണ്ട് നന്നാവില്ല. അതല്ല, വെറും ചക്ക വേവിച്ച് കൂട്ടാൻ വെക്കൂടെ? ഓക്കെ, അപ്പൊ കൃപ എന്നാ കൂട്ടാൻ വെക്കുന്നതായിരിക്കും. അതെ, ഇതും കൂടി കൂട്ടിയിട്ട് സ്വന്തമായില്ലേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ ചക്ക നാളെ ഗുരുവായൂർ പോകുമ്പോൾ ഞങ്ങൾ ഈ ചക്കാട് കൊണ്ടുപോകും. അവിടെ എന്തെങ്കിലും ഉണ്ടാക്കും. ഈ ചക്ക ആയിരുന്നില്ല അമ്മ ഉദ്ദേശിച്ച ചക്ക. അമ്മ ഇടിയൻ ചക്ക ഉദ്ദേശിച്ചത്. ഇടിയൻ ചക്കയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങളിത് നാളെ ഗുരുവായൂർക്ക് അപ്പോട് കൊണ്ടുപോയിക്കോളാം. ഇത് ചക്ക പറിക്കാൻ എത്ര ആൾക്കാരെ നോക്കിയേ, കണ്ടോ? ഞങ്ങൾ പറിച്ച ചക്ക, എന്തിനോ വേണ്ടി പറിച്ച ചക്ക. പക്ഷെ യോഗം ഗുരുവായൂർ പോകാനാ തോന്നുന്നുണ്ട് ചക്കയ്ക്ക്. ഇത്ര താഴത്തുണ്ടായിരുന്ന ഈ ഇടിയൻ ചക്ക, ചെറിയ ചക്കയാണ് അത്രേ വേണ്ടത്.
തട്ടിയോ? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ വലിയ ചക്ക വെറുതെ പറിച്ചു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഗുരുവായൂർ കൊണ്ടുപോകും. കൃപ അതവിടെ നാളികേരം ചിരകുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം നാളികേരം ഇടണ്ടാന്ന് വെച്ചത്. ഞാൻ നോക്കുമ്പോൾ വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളൂ. അപ്പം എല്ലാം കൂടി തികയോന്നൊരു ഡൗട്ട്. അപ്പോൾ കുറച്ച് നാളികേരം ഇടാന്ന് വെച്ചു. ഇവിടെ അമ്പലത്തിൽ ശിവേലി വന്നുകൊണ്ടിരിക്കട്ടോ. ഞാൻ വെണ്ടയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ച് നേരമായി. ഇനി നമുക്കത് ഒന്ന് വാർത്തെടുക്കാം. എന്താ മുസാർ പരിപാടി? എന്താ ചളി ചെയ്യോ? കഴുകാൻ വന്നാ അവിടെ കഴിയുമോ ചോദിച്ചോളൂ. അതൊരു തേപ്പ് ഇതിനോട് തുടച്ചാൽ മതി. ഒരു പഴയ തുണി എടുത്തിട്ടേ. അതുകൊണ്ടല്ല, ഒരു മിനിറ്റ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല. അയ്യോ, അതേപോലെ തുടയ്ക്കുന്നാവും. അത് എന്ത് തുടയ്ക്കാനാ? എന്ത് ചെളിയോ? ഒരു കഞ്ചിത്തോണ്ട് കുറച്ചു. എണ്ണ ചൂടായി. അപ്പം നമുക്ക് ഇതിലേക്ക് സവാള ആദ്യം ഇടാം. സവാള ഒന്നാട് ഫ്രൈ ചെയ്താൽ മതി. എനിക്ക് ഈ വെണ്ടക്കായ നുറുക്കിയതിടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിവിടെ തന്നെ പൊടിച്ച ഉപ്പാ. കല്ലുപ്പ് മേടിച്ച് പൊടിച്ചതാ. പിന്നെ മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. ഇതും അതെ, ഇവിടെ പൊടിച്ച മഞ്ഞപ്പൊടിയാണ്. നല്ല ഓർഗാനിക് മഞ്ഞപ്പൊടി. അതും ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയോ? പിന്നെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓ, അതുകൊണ്ടല്ലേ? അതല്ലേ, ഈ ഇങ്ങനെ പതയൊക്കെ പോകണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ വെണ്ടയ്ക്ക് ഒരു കൊഴുപ്പുണ്ടാവും. അതെ, ആ കൊഴുപ്പ് മുഴുവൻ പോയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രൈ ആവണല്ലേ? നല്ലോണം ഫ്രൈ ആയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കൊഴുപ്പിൻ്റെ ഒരു ഒത്തിരി നിന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. കൃപയുടെ അമ്മ ഇവിടെ ചക്കയുടെ പണിയിലാണ്. ഇന്ന് മുതിരയും ചക്കയും കൂട്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത്. അതേ, വീണ അവിടെ ഉണ്ട് കേട്ടോ. വീണ കുട്ടീനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണേ. കുറച്ച് തിരക്കിലായിരുന്നു, അതാ വീഡിയോയിലൊന്നും വരാൻ. ആയോന്ന് ഇല്ല, എപ്പോഴും ആ സ്റ്റിക്കി ഉണ്ട് അല്ലേ? കുറച്ചുകൂടെ ആവേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കൃപയുടെ അമ്മ മുതിരക്കൂട്ടം വെക്കുന്നുണ്ട്. ചക്ക മുതിരപ്പുഴുക്ക് അല്ലേ? അത് ചക്കയും മുതിര ഇട്ടിട്ട് വേവിക്കല്ലേ, വിസിലടിപ്പിക്കുക. ആ ശരി, മുതിര നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചക്ക ഇട്ടിട്ട് ഒന്നുകൂടി വിസിലടിപ്പിക്കുക. വെണ്ടക്കായ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എനിക്ക് ഇത്തിരി നാളികേരം കൂടെ ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ റെഡി. ചോറുണ്ടേ? ആ ശരി, ചോറ് വെച്ചിട്ടില്ലല്ലേ? ചോറ് വെച്ചിട്ടുണ്ട് തോന്നണം. കുറച്ച് നോക്കി നോക്കോ, ടേസ്റ്റ് ഉണ്ടോ? തരൂ. എത്ര മതി? കുറച്ച് മതി. കുറച്ചിനെ എടുക്കുന്നു. കയ്യിൽ തരൂ. കൈ കൊണ്ട് തരൂ. വായ തരൂ. കയ്യിൽ തരൂ. കുറച്ച് കയ്യിലെടുത്തിട്ട് തരൂ. അതിൻ്റെ കൈ കൂടില്ലേ? ആ ശരി, എൻ്റെ വായ വിളിക്കല്ലേ? കൊള്ളാം, ആൾക്കാർ കണ്ടോണ്ടിരിക്കട്ടാ. അത് ശരി. കൈ പൊളി. എൻ്റെ അമ്മ എൻ്റെ വായ വിളിച്ചിട്ട് പറയേ, വായ പൊളിച്ചു എന്ന് പറയാ, കൈ പൊളിയുന്നു. കൃപ അവിടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഒരു സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സവോള അരിയുണ്ട്. അതെ, കുട്ടൻല്ലേ, കുട്ടൻ സ്നേഹപൂർവ്വം വീണയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ മേടിച്ചതാ. അത് ശരി, വീണയ്ക്ക് ഇഷ്ടല്ലേ? അയ്യടാ, ചീറ്റി പോയി. കുറച്ച് മല്ലിത്തൈ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്കുംബർ അരിയണു. എന്താ? അല്ല, അങ്ങനെ പറ്റില്ല. ഇത് ഇങ്ങനെ തൈരിലേ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് ചില്ലി ഫ്ലേക്സ് അല്ലേ,
കുറച്ച് കുരുമുളക് പൊടി, അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ശക്തി എടുക്കൂ, നല്ല വരുള്ളൂ. അതിലേ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ഇനി കുക്കുംബർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇടൂ. നീ അങ്ങനെ കുറേശ്ശായിട്ട് ഇളക്കല്ലേ ഇട്ടുപാ, എല്ലായിടത്തും ഇളക്കും. ആ കുഴപ്പമില്ല, കുള്ളിക്കന്നെ. അതെ, കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. ഉള്ളടി ഇവിടെ പോണ കുറച്ച് മല്ലിയില കൂടി ഇട്ട് അങ്ങനെ ഇളക്കി. അതെ, ഇത് വീണയ്ക്ക് തരില്ല കേട്ടോ, വീണയ്ക്ക് കൊടുക്കില്ല. കാരണം എന്താ അറിയോ, വീണ എന്താ പറഞ്ഞറിയോ, എനിക്ക് ഇഷ്ടമല്ല, കുക്കുംബർ ഇഷ്ടമല്ല. അങ്ങനെ ഇത് ഒരു ബോളില്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ ശരിക്കും കൊതിയായി പോയ. അപ്പം ഇന്നത്തെ ലഞ്ച് എന്താ വെച്ചാൽ സാലഡ് ഉണ്ട്, വെണ്ടയ്ക്ക ഉപ്പേരി, പിക്കിള്, ചക്കപ്പുഴുക്ക്, ചോറ്, പപ്പടം. അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കി കാണാം. അമ്മൂസ് എന്താ ചെയ്യണേ? ദേ ചിറ്റ വന്നു. അമ്മു വന്നിട്ടുണ്ട്, അമ്മു. പിന്നെ ഇതേ മറ്റേ കൃപയുടെ അപ്പൻ്റെ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ മകളാട്ടോ. നീ എപ്പോഴാ വന്നേ? അതോ, ഒരു ഹായ് പറഞ്ഞു. ഹായ് പറയൂ. ആ ഇതാ മറ്റേ ഹരിയപ്പൻ വന്നിട്ടുണ്ട്. ഇത് കൃപയുടെ അച്ഛൻ്റെ അനിയനാണ്. ഇതെന്താ അവിടെ പരിപാടി? ഇന്നിതാ അമ്മുച്ചിറ്റ വന്നപ്പോൾ അവിടെ എല്ലാവരും അവളുടെ ചുറ്റുമാണ്. ഒരു മിനിറ്റ്. അല്ല, നോക്ക അമ്മൂസിന്റെ ആരാ അത്? ഇതാരാ? അമ്മണിക്കുട്ടിയുടെയോ? ഇതാരാ? ഇതാരാ? അപ്പൊ ഇതല്ലേ അച്ചോള്? ഞാനല്ലേ അച്ചോള്? അമ്മച്ചോള്. അവള് ഭയങ്കര ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ അവാർഡ് മേടിക്കാൻ വേണ്ടി നാളെ ബാംഗ്ലൂർക്ക് പോവാ അല്ലേ? അടുത്ത ടിക്കറ്റ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ? പെർമനന്റ് ജോലി കിട്ടുന്ന സ്ഥലം വേണം. ഞങ്ങൾ ഈ പാടത്തേക്കൊന്ന് പോവാണേ. അമ്മൂസിനെ ചിറ്റ മതിന്ന്, ചിറ്റ എടുത്താ മതിന്ന്. ചിറ്റനെ കണ്ടപ്പോ ഒരാളും വേണ്ട. ചിറ്റ മതിയോ? അമ്മ വേണ്ട? ആരും വേണ്ട, ചിറ്റ മതി. ദേ കൃപയുടെ അച്ഛനെ അമ്മിണിക്കുട്ടീനെ ചൂളത്ത് വെച്ചിട്ടാ വരുന്നത്. ഈ പാടം എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാട്ടോ. അത് മണ്ണുത്തിക്കുള്ള കണക്ഷനാണ്, കുറ്റുമുക്ക് വഴി. ഇത് കൃപയുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് ഒന്നിട്ട് പോകുന്നത് തന്നെ ഈ പാടായി. സത്യം പറഞ്ഞാൽ നല്ല രസമല്ലേ? കാരണം വെച്ചാൽ ഈ വീടിൻ്റെ തൊട്ടടുത്ത് പാടം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഇടയ്ക്ക് വേണ്ടവർക്ക് നടക്കാം. നമുക്ക് നല്ലൊരു എക്സസൈസും കൂടിയല്ലേ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ശ്രീപ്രിയ, ഞങ്ങൾക്കൊരു പാട്ട് പാടണോ? ശ്രീപ്രിയ കുറച്ച് കഴിഞ്ഞാൽ പാട്ട് കേട്ടോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിനും പുളിയിലക്കര കസവമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിനും പുളിയിലക്കര കസവമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി പിന്നല തോൽക്കും ഇളനീരിൻ തീരാമ
എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ. ഇത് കണ്ടോ ഹരിയപ്പനെ പത്മാസനത്തിൽ വെള്ളത്തിൽ പൊന്തി കിടക്കട്ടോ. കൊടുക്ക ഇത് ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അതെ നിങ്ങൾ കഴിക്കുകയില്ലേ നീ വന്നിട്ടൊക്കെയാണ് നോക്കി പനീർ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. വാ വാ. അല്ല ആദ്യം ഇവര് കഴിക്കട്ടെ. ഇവിടെ ഹരിയപ്പനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ കൃപത പനീർ മസാലയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിന്റെ വിശേഷങ്ങൾ. അപ്പം എന്ത് ചെയ്യണ്ടേ മൂസ പറയൂ. എല്ലാവരും ഞങ്ങളുടെ ചാനലില് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞ മാതിരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ.